സ്ത്രീ പീഡനം, സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ വിഷയങ്ങൾ നിത്യേന നാം കേൾക്കാറുള്ളതാണ്. ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. എന്നാൽ ഇത്തരം നിയമങ്ങളുടെ പിൻബലത്തിൽ ഭർത്താക്കന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദ്രോഹിക്കുന്ന, വിലപേശുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുടുംബാന്തരീക്ഷങ്ങളിൽ സാധാരണയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് കോടതി കയറ്റും, അഴിയണ്ണിക്കും, ഒരു പടി കൂടി കടന്ന് തൂങ്ങിച്ചാകും, കിണറ്റിച്ചാടും തുടങ്ങിയ ഭീഷണി മുഴക്കാറുണ്ട്. ഇവിടെ ഭർത്താക്കന്മാരുടെ പൊതുവെയുള്ള ധാരണ നിയമങ്ങളും കോടതികളും പൊതുവെ സ്ത്രീകളുടെ പക്ഷത്താണെന്നും വെറുതെ ഒരു തലവേദന ഉണ്ടാക്കണ്ട എന്നുമാണ്. കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ വിളിപ്പിക്കുമ്പോൾ മാത്രമാണ് താനൊരു പ്രതിയാണെന്നും തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന ഭാര്യ തനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും. അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്ത്രീ സംരക്ഷണ നിയമങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് കുടുംബകലഹം നടത്താനോ പീഡനം നടത്താനോ ഉള്ള ലൈസൻസായിട്ടല്ല. അത്തരത്തിൽ ഭാര്യമാരിൽ നിന്ന് മാനസികമോ ശാരീരികമോ ആയ പീഡനം നേരിടുന്ന ഭർത്താക്കന്മാർ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തെളിവ് സഹിതം പരാതിപ്പെടേണ്ടതാണ്. ഭാര്യയിൽ നിന്നുള്ള മാനസികവും ശാരീരികവുമായ പീഡനം ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ്. സ്വന്തം കുഞ്ഞിനെ അച്ഛനുമായി സഹകരിപ്പിക്കാതിരിക്കുന്നതും മാറ്റി നിർത്തുന്നതും മാനസിക പീഡനത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതും മാനസിക പീഡനമാണ്. പബ്ലിക് പ്ലേസിൽ വെച്ചോ പബ്ലിക് പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള ഇടങ്ങളിൽ വെച്ചോ ഭർത്താവിനെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുക, ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും നിരന്തരം കലഹിക്കുകയും ചെയ്യുക, ഭർത്താവിൻ്റെ പോരായ്മകളെ എടുത്തു പറഞ്ഞ് നിരന്തരം കളിയാക്കുന്നതും മാനസിക പീഡനത്തിൽപ്പെട്ടതാണ്. ഇത്തരം മാനസിക പീഡനങ്ങളുടെ പേരിലും ശാരീരിക പീഡനങ്ങളുടെ പേരിലും പരാതിപ്പെടാവുന്നതാണ്. സ്നേഹമോ പരിഗണനയോ നൽകാതെ പണത്തിനു വേണ്ടി മാത്രം ഭർത്താവിനെ ആശ്രയിക്കുന്നിടങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഭർത്താക്കന്മാർക്ക് കോടതികളിൽ നിന്ന് നീതി ലഭിക്കാറില്ല എന്ന് പറയുന്നത് ശരിയല്ല. കോടതിയിൽ നൽകുന്ന തെളിവുകളുടെ അപര്യാപ്തതയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഭർതൃവീട്ടിലേക്ക് കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ കണക്ക് വ്യക്തമാക്കാൻ ഭാര്യയ്ക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ഭർതൃവീട് ഉപേക്ഷിച്ച് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ എത്ര സ്വർണം തിരികെ കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ ഭർത്താവിന് കഴിയണമെന്നില്ല. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓഡിയോ, വീഡിയോ റെക്കോർഡുകൾ പോലും ഹാജരാക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല. പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമല്ലാതാകുമ്പോഴും നിയമപരമായ ഒരു ഉപദേശം തേടാൻ ഭർത്താക്കന്മാർ തയ്യാറാകുന്നതുമില്ല. നിരപരാധിയായ ഭർത്താവിനെതിരെ 498-യിൽ പെടുത്തി തന്നെ അകത്താക്കുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയാൽ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഭാര്യയുടെയും അവരുടെ കുടുംബക്കാരുടെയും മെസ്സേജുകൾ സൂക്ഷിച്ചു വെക്കുക, വീഡിയോ ചാറ്റും മറ്റ് ഭീഷണി സന്ദേശങ്ങളും ഒക്കെ. 498-യിൽ പെടുത്തി തന്നെ അകത്താക്കും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. ഇവയൊക്കെ കോടതി മുമ്പാകെ തെളിവായി സമർപ്പിക്കാൻ കഴിയും. തനിക്കെതിരെ ഒരു കളവായ കേസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യേണ്ടതാണ്. തന്നിഷ്ടപ്രകാരമാണ്, പീഡനം മൂലമല്ല ഭാര്യ ഭർത്താവിൻ്റെ വീട് വിട്ടു പോയതെന്ന് തെളിയിക്കാൻ കഴിയുന്നതും പുരുഷന് അനുകൂലമായൊരു കാര്യമാണ്. ഭാര്യയ്ക്കെതിരെ സ്ട്രോങ് എവിഡൻസ് ഉണ്ടെങ്കിൽ ഹൈക്കോർട്ടിൽ പോയി കേസ് ക്വാഷ് ചെയ്യാവുന്നതാണ്. തുടക്ക സമയത്ത് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ കേസുകളും കോടതികളും വിവാഹമോചനവുമൊക്കെ ഒഴിവാക്കാൻ കഴിയും. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.